ഗൈസ് അസ്സലാമു അലൈക്കും. എല്ലാവർക്കും നമ്മളെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ സലാം പറഞ്ഞത് കുറെ ആൾക്കാർ കമന്റ് ബോക്സിൽ ഇടുന്നത് സലാം അലൈക്കും പറഞ്ഞിട്ട് തുടങ്ങാണ്. അപ്പൊ അതുകൊണ്ട് നമ്മള് സലാം അലൈക്കും പറഞ്ഞിട്ട് തുടങ്ങുകയാണ്. അസ്സലാമു അലൈക്കും പറഞ്ഞാണി. അസ്സലാമലൈക്കും. അപ്പൊ സലാം ഞങ്ങൾ പറഞ്ഞിരിക്കണം കേട്ടോ. ആ കമന്റ് ബോക്സിൽ കുറെ ആൾക്കാർ ഇങ്ങനെ ചോദിക്കണം. അപ്പൊ അതുകൊണ്ട് നമ്മൾ സലാം പറഞ്ഞാണ് ഇനി മുതൽ തുടങ്ങാം അല്ലേ മമ്മ? ഓക്കെ. അതെ അതെ. എന്താ അമ്മക്ക് എന്താ പറയല്ലേ നീ എന്തീ കഴിച്ചോണ്ടിരിക്കണേ? ഇതെന്താ പൂള്? നൂൽപുട്ടിൽ ഇന്ന് മഞ്ഞ നൂൽപുട്ടാണ് ഞങ്ങൾ ഉണ്ടാക്കണേ. വെള്ള നൂൽപുട്ടുണ്ട്, മഞ്ഞ നൂൽപുട്ടുണ്ട്. തിന്നാൻ പറ്റുമോടെ? തിന്നാൻ പറ്റിയതൊക്കെ മഞ്ഞ നൂൽപുട്ടോ ഞാൻ ഇതുവരെ കണ്ടിട്ടില്ലല്ലോ. ഞാനും കണ്ടിട്ടില്ല. മഞ്ഞ ആവാൻ വേണ്ടി ഇമ്മന്താട്ടി മഞ്ഞൾ ഇട്ടോ? വെറൈറ്റി ഒക്കെ മഞ്ഞൾ പൊടി ഇട്ടു അല്ലേ? വെള്ള നൂൽപുട്ട് കണ്ടോ? അതിന്റെ പൊടി കണ്ടോ? അപ്പൊ നമ്മൾ ഇന്നത്തെ പരിപാടി എന്താണ് എന്ന് പറഞ്ഞാ? നൂൽപുട്ട് ഉണ്ടാക്കുക, ചിക്കൻ കറി ഉണ്ടാക്കണം, ചിക്കൻ പീടിയില ഇറക്കണം. ചിക്കൻ വീട്ടിലെ കിടക്കണേ. പുറത്തുനിന്ന് ഇതാക്കിയ മഞ്ഞളല്ലോ നമ്മളതായിട്ട് നമ്മൾ ഇവിടുന്ന് നട്ടുണ്ടാക്കിയ മഞ്ഞള് ഇതാക്കിയതല്ലേ? ആ വീട്ടിൽ പൊടിച്ചതാണത്. അതേ കർഷകനാണ് കേട്ടോ ഇരിക്കണ, കർഷകത്തി. അപ്പൊ നമ്മുടെ ഇന്നത്തെ പരിപാടി എന്താ വെച്ചാല് വൈകുന്നേരം നോമ്പുറക്കുള്ള സാധനമാണ് ഈ ഉണ്ടാക്കാൻ പോണത്. ചിക്കൻ വാങ്ങിയില്ല, ചിക്കൻ ഞങ്ങൾക്ക് പോയി വാങ്ങണം. പക്ഷെ നമുക്ക് ഉമ്മമാനും കൊണ്ട് ഉമ്മമാക്ക് പറഞ്ഞ ഫ്രൂട്ട്സും കാര്യങ്ങളൊക്കെ വാങ്ങാൻ പോണം. നമുക്ക് എവിടെ പോവാ വാങ്ങാൻ? കുറച്ച് ഫ്രൂട്ട്സും കാര്യങ്ങളൊക്കെ വാങ്ങണം, കാരണം മമ്മ കുറച്ചുകൂടി ഹെൽത്തി ആയിട്ട് ഉത്തേക്കണം. അതെ, നമുക്ക് ഫ്രൂട്ട്സ് വാങ്ങാൻ പോണം. ആ കൂട്ടത്തിൽ നമുക്ക് ചിക്കനും വാങ്ങാം, ഉപ്പടെ പോയിട്ട് വാങ്ങാം. അപ്പൊ അമ്മ എന്നാ നമ്മുടെ നൂൽപുട്ട് പരിപാടി തുടങ്ങാം. നൂൽപുട്ട് ഉണ്ടാക്കി തുടങ്ങില്ലേ? ഇത് എങ്ങനെ സംഭവം എങ്ങനെ മമ്മ ഈ സാധനം നൂൽപുട്ടിന്റെ? ഞങ്ങൾക്കും ബീച്ചാ, ഞങ്ങൾ ബീച്ച് നോക്കട്ടെ. പീച്ചുപൊളി ഇന്നാളിപ്പം പീച്ചിട്ട് നിലത്ത് കാക്ക പീച്ചാ മാതിരി ഒന്നാകരുത്. അന്ന് നിങ്ങള് നൂൽപുട്ട് ഉണ്ടാക്കിയില്ലല്ലോ? ഇല്ല, അന്ന് നൂൽപുട്ടല്ല, അന്ന് ചപ്പാത്തിയാണ്. ചപ്പാത്തി അല്ല, ചപ്പാത്തി അല്ല, പത്തിരി. പീച്ചാൻ വന്നു അവിടുന്ന് അത് അടക്കണെങ്കിലും ഇവിടുന്ന് സാധനങ്ങൾ മാറ്റാം. മമ്മ മാറ്റിയില്ല, ആയ്മ തട്ടിയാണ് കുഞ്ഞടി എന്തായാലും നന്നായി. എന്താ ഉമ്മ അങ്ങോട്ട് അതിന്റെ അടി കൂടെ ക്ലാസ്സോ ചിക്കന്റെ പാർട്സോ ആർക്ക് പൂച്ചക്കോ? നമ്മക്ക് അൽഹംദുലില്ലാ ചിക്കന്റെ പാർട്സ് അൽഹംദുലില്ലാ ഹൈർ ആദ്യമായിട്ട് ചിക്കന്റെ പാർട്സ് അറിയുമ്പോ മമ്മ എന്താണ് ഈ ലിവർ അങ്ങനത്തെ കടകളൊക്കെ? ഞാനൊന്നും ഉണ്ടാക്കി തരില്ല. അല്ല അമ്മമ്മ ഇത് എന്താ സാധനം? എന്താണ് ചിക്കൻ? കോയിന്റെ ലിവറും മറ്റേ കാലൊക്കെണ്ടോ? അതായത് ബോട്ടിന്റെ പെട്ടി. അതുണ്ട്. ബോട്ടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പോത്തിന്റെ ആണല്ലേ? കോയിന്റെ ബോട്ടി. കോയിന്റെ ഔത്തർച്ചി ഞാൻ പിച്ചത് ഫസ്റ്റ് ഞാൻ പിന്നെ പിടിക്കോട്ടെ. കുറച്ച് വലിയ പാത്രം കൊടുക്കുക, അതിലിട്ട് കഴിഞ്ഞാൽ എങ്ങനെ? അല്ലാ ഈ വക്കത്ത് കൂടെ വെറ്റന്റെ അനുവാ കൊണ്ടോകല്ലേ അനുവോ? എന്നെ കൊണ്ടൊന്ന് കൂട്ടിയാ കൂടിയ മാറിക്ക അവിടുന്ന്. പഠിച്ചോനെ ആ വട്ടത്തിന് ചുറ്റും ആക്കാലീന് ഭയങ്കര ടൈറ്റാണ്. ഉമ്മ ലേസം ഓയിൽ ഒഴിച്ചു കൊടുക്കുമ്പോ വെറും ടൈറ്റാണ്. ഞാൻ ഉണ്ടാക്കിയ അങ്ങനെ തന്നെ എവിടെ ഉമ്മ ഉണ്ടാക്കിയപ്പോ അവിടെ അത് നൂൽപുട്ടായോ? അല്ലേ വേവിച്ചോ? വെന്തതാണ്. വെന്താണ് അങ്ങനെ ആക്കി വെച്ചാണ്. ഞാൻ ചേട്ടാ അല്ല ഇതിലുണ്ടോ? ഊരട്ടെ ഊരട്ടെ എന്താ അടുപ്പത്ത് വെച്ചാൽ ഇത് വേഗുള്ളൂ. മുറുക്കി ഞാൻ മുറുക്കിയിട്ട് കൂടി ഇല്ല. വാട്ടിയ പൊടിയല്ലേ, ചൂടുവെള്ളം പറഞ്ഞാണ്ടാക്കിയല്ല, വാട്ടി കുഴച്ച പൊടിയാണ്. അപ്പൊ കുറച്ച് ടൈറ്റ് ഒക്കെ കാണാം. അതിന് ഇതില് പൊടി ഇല്ലല്ലോ. ഇത് എടുക്കട്ടോ ഫുള്ള് വടിച്ചെടുക്കുക, അല്ലെങ്കിൽ എന്താ പറയാ ടൈറ്റ് ഉണ്ടാവും. എവിടെ ഇത് കണ്ട അല്ല അയവല്ലേത് അയവാണെന്നൊക്കെ പറയണ്ട്. നിങ്ങൾക്ക് ഉണ്ടാക്കും ആദ്യമായിട്ട് അടുക്കളപ്പണിക്ക് വന്നിട്ടാണ് നിങ്ങൾക്ക് അങ്ങോട്ട്. അതെ അതെ അതെ. എന്ത് മാമ എന്താ പറഞ്ഞ? അതെ അതെ. ഇതെന്താ ഇതെന്താ നോക്കിക്കണേ? കേറിപ്പോളാത്തേക്ക്. നിരാഹാരം നിരാഹാരം നിരാഹാര സത്യാഹാരം. ഒരാളുള്ളൂ, ബാക്കിയുള്ളവരൊക്കെ അവിടെ? ബാക്കിയുള്ളവരൊക്കെ പുറത്തേക്ക് കാണും, അല്ലെങ്കിൽ ഉറങ്ങാക്കിയാലോ. ഏതല്ല നൂൽപുട്ട് ഉണ്ടാക്കണം? ഇന്ന് ഞങ്ങൾ വിചാരിച്ചത് പത്തിരി ഉണ്ടാക്കാനാണ്, പക്ഷെ പത്തിരിക്കല്ലിന്റെ അവസ്ഥ പത്തിരിക്കല്ല് ഇപ്പം കാട്ടി തരാം. പത്തിരിക്കല്ലിന്റെ അവസ്ഥയുണ്ടത്. ഇത് ഞാൻ പൊടിന്റെ ഇത് പൊട്ടിയ ഭാഗം 2 കണ്ടായിട്ടുള്ളൂ. ഇനി മൂന്നാമത് ആരെ പൊട്ടിച്ച് എനിക്കാണ് ഒരു കണ്ടുകൂടി പൊട്ടി കിടക്കണാക്കണം. അത് ഉമ്മ നൈസായിട്ടൊന്നും പൊട്ടിച്ചില്ല, ചെറിയ കണ്ട. പത്തിരിക്കല്ല് ഉപ്പട ഉണ്ടാവില്ലല്ലോ.
കല്ലല്ല ഇപ്പൊ ചട്ടിയായിട്ടല്ലേ വലിയ പാത്രം ഉണ്ടോ? അത് പരത്തല്ലതാ കല്ല് ഇത് പരത്തണ കുട്ടിയെ. അത് പരത്തനല്ലേ? ഞാൻ ചൂടനെ വിചാരിച്ചു. ആണോ? അതുണ്ട്, നല്ല അടിപൊളി ഉണ്ട്. എത്ര അങ്ങനെ ആൾക്കാരുണ്ട്. മറ്റേ ഉമ്മയും മോന്റെ യൂട്യൂബിലില്ലേ നൗഫൽ ഖാന്റെ ഓരോ ടീമിന്റെ സാധനം. എന്തീ കാണിക്കണേ ഒന്നും അറിയില്ല. ഒരടപ്പ് അടക്കാൻ അറിയാത്ത ടീമാണല്ലോ ഇപ്പൊ. പീച്ച് കഴിഞ്ഞ എന്റെ പീച്ചിലോ നോക്കട്ടെ. ആ പാത്രത്തിൽ തന്നെ ആകണേ. കണ്ടോരം മുതലാട്ടോ. അങ്ങനെ ആ അങ്ങോട്ട് പോട്ടെ പോട്ടെ. വരുന്നില്ലേ? ആ വന്നോളും വന്നോളും. ആ അങ്ങനെ തന്നെ നടുക്ക് നടുക്ക് ഇത് ഈ സൈഡിൽ കൂടെ അങ്ങനെ പോട്ടെ. എന്താണ് ഉണ്ടാക്കണ ഉണ്ണിയപ്പോ? ഇതൊന്നും പറ്റൂല. ആദ്യം തൊട്ട് വട്ടത്തിൽ പോ. വട്ടത്ത് പോ. വട്ടത്ത് പോ. അല്ലെങ്കിൽ അങ്ങ് ഉട്ടും ഞാന്. എന്താടാ മുക്കണ് നടക്കുവോ? എന്റെ മോനുട്ട രസം ഉണ്ടാവില്ല. അതൊക്കെ കുത്തി കൂടൂടാ. ഈ സൈഡിൽ കൂടെ വേടാ. ഈ കൈ കൊണ്ട് പറ്റൂലോ. ആ പാത്രത്തിലോ മതി മതി. ഒരാള് പിടിച്ചാലും ഒരാള് കറക്കാനും ഉണ്ടായാൽ മതി. ഇമ്മ പിടിച്ചു കൊടുക്കും, ഓൻ കറക്കിക്കോളൂ. അപ്പൊ ശരിക്ക് കിട്ടും. ആ ഇനി ഒരാൾ കറക്ക്. അത് ഉമ്മേനെ തിരിച്ച് ഇതാക്കണ്ടി കൊടുക്കണ്ടേ? കണ്ടോ ഇപ്പൊ എന്ത് സെറ്റ് ആയിട്ടാ കിട്ടണേ? മതി മതി മതി. കണ്ടോ ഇങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഈ പരിപാടി പെട്ടെന്ന് കഴിക്കും. ഐഡിയ വേണ്ടേ? അതെ, ബോധം വേണ്ടേ? എങ്ങനെ കട്ടിയിലുണ്ടാക്കിട്ടല്ലേ? ഇഷ്ടം പോലെ ടൈമില്ലേ മാമ? എന്തായാലും പോവും. വേഗം വന്നീനി അല്ല എന്താ വന്നീനി? ഓന്റെ കണക്കിന് 3 വീശിട്ടുള്ളല്ലോ അമ്മ. കാക്കി തരാം. സോപ്പും കൂടി കഴിഞ്ഞ വർഷം വാങ്ങിയില്ലേ? ഇല്ല, സോപ്പും കൂടി കഴിഞ്ഞില്ല. അവിടെ ചെന്നിട്ട് കാണിക്കരുതേ. ശരിക്കും ഈ തന്നാ മതി, ഒരു കുഴപ്പമില്ല. എടാ അതിന്റെ മുഖത്തെടുത്ത് കളയടാ. ഇത് അത് കഴിക്കോ? ഇതെങ്ങനെ വേവണ? എങ്ങനെ ഇതിപ്പോ വേവിച്ചതാ? ഇത് ഇത് എവിടെ വേവിച്ചത്? എങ്ങനെയാണ് കാട്ടി കൊടുത്താ? ആവി വരൂലേ കജ്മക്ക്? ആവിയിലിട്ട് വേവിച്ചോ? ഞാൻ കരുതി ഇത് ഞാൻ എങ്ങനെ കരുതിയപ്പോ അടുപ്പിലിട്ട് എങ്ങനെ ഉണ്ടാക്കണ പോലും എനിക്കറിയില്ല. ഇങ്ങനെ തന്നെയാണ് ഉമ്മ ഉണ്ടാക്കല്. ഞാൻ ഇത് എങ്ങനെ അറിയോ? നമ്മളെ ദോശ അതേമാതിരി മറിച്ചിടാൻ ഇഡ്ഡലി എങ്ങനെ? മറ്റേ പാത്രത്തില്. ഓക്കെ ഓക്കെ ഓക്കെ. ഇഡ്ഡലി ഇങ്ങനെ തന്നെ ഉണ്ടാക്കുക. ഇഡ്ഡലി അതിന് വേറെ തട്ടുണ്ട്. ഞാൻ ഒരു കാര്യം പറയട്ടെ. ഇതുമ്പാടെ കഴിഞ്ഞ് കഴിഞ്ഞാല് ഇനി ഇതുമ്പാടല്ലോ ഒറ്റൊന്നും പാടുള്ളൂ. പിന്നെ മഞ്ഞല്ലേ നമുക്ക് ഇതുമ്പാടെ ഇപ്പൊ എടുക്കുക. എന്നിട്ട് നമുക്ക് നേരെ പോയി ഇത് സാധനങ്ങൾ വാങ്ങണം. കിച്ചൺ എന്താ പറയാ, ചിക്കൻ വാങ്ങണം. പിന്നെ കിച്ചണോ? കിച്ചൺ വാങ്ങണം മറ്റോ? എന്നാ പിന്നെ അപ്പൊ ബീച്ചല്ലേ? 3:30 ആയിട്ടുള്ളൂ. 3:30 ആയിട്ടുള്ളൂ. ഞങ്ങൾ പെട്ടെന്ന് ശരി ഒരു 15 മിനിറ്റ് അരമണിക്കൂറിനുള്ളിൽ ഞങ്ങൾ എത്തും. സാധനം വാങ്ങണ പേനും പേപ്പറും എടുത്തോണ്ടാ ഇത് തെറ്റേ മറക്കും. ഒരു വോയിസ് ഇട്ടാ മതി വാട്സപ്പില് ഒരു വോയിസ് ഇട്ടാ മതി. ഇപ്പൊ ഫുള്ള് ന്യൂ ജെൻ ആവണം, 2K കിഡ്സ് ആവണം. ഓക്കെ ഗൈസ്, നമ്മളിഞ്ഞ് നേരെ ഫ്രൂട്ട്സുകൾ വാങ്ങാനൊക്കെ പോവുകയാണ്. മമ്മ മാറ്റി ഒരുങ്ങി നിക്കണ്ട. എങ്ങോട്ടാണ്? ഫാൻ്റെ ഒക്കെ ഇട്ടിട്ട് കൂട്ടാൻ വെക്കാൻ മീൻസ് വൈകുന്നേരം നൂൽപുട്ടുണ്ട്. നൂൽപുട്ടക്ക് കറി ചിക്കൻ വാങ്ങണം. പിന്നെ അതേപോലെ ഇന്നത്തെ വീഡിയോസിൽ നമ്മള് പറഞ്ഞു എന്ത് ഫ്രൂട്ട്സ് സോഡിയം കുറഞ്ഞപ്പം ഫ്രൂട്ട്സ് കാര്യങ്ങളൊക്കെ വാങ്ങാന് പോലെ. ഫ്രൂട്ട്സ് വാങ്ങണ്ടേ? ഓക്കെ, എന്നാ വരി നീച്ചി
വണ്ടി എടുത്തോളിന്നാ വണ്ടി എടുത്താ സെറ്റല്ലേ ഒക്കെ അവിടെ റെഡിയാക്കി കിട്ടോ ഞങ്ങൾ വരുമ്പത്തിന് ഓക്കെ വേഗം പോയി വരാം മമ്മ നമ്മള് പോവല്ലോ എന്നാ ഓക്കെ നമുക്ക് എന്തായാലും നേരെ പോയേക്കാം മമ്മ കയറി നേരെ എടുത്തിട്ട് സാധനങ്ങൾ വാങ്ങിയാണ്ട് ബാക്കി കേൾക്കാം നമ്മള് പോയി വാങ്ങാണ്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് മമ്മ ബിരിയാണിക്കാണോ രണ്ടാം മണി മമ്മക്ക് നീ നേരെ കൊടുക്കാണ് നമ്മള് നേരെ മറ്റേ ഇത് വാങ്ങാൻ തണ്ണീർമത്തരും സാധനങ്ങളൊക്കെ വാങ്ങാം ഫ്രൂട്ട്സ് വാങ്ങാണ് പോയി ഇവിടെ പറഞ്ഞു വെച്ചാണ് ഇതിന് വരുമ്പോ എടുക്കാം ഈ ഫ്രൂട്ട്സ് ഒക്കെ വാങ്ങട്ടെ അപ്പുറത്ത് കീർത്തിക്കളാ മമ്മനെ ഇറക്കി കൊടുത്താ കൈ പിടിച്ചു മാമ മാമ അപ്പുറത്തേക്കാ സാധാരണ എല്ലാവരും ഇപ്പുറത്തേക്ക് ഇറങ്ങല് എന്താ അപ്പുറത്തേക്കാ എന്തൊക്കെ വാങ്ങണം മമ്മ എന്തൊക്കെ വേണ്ടിയേ മമ്മ പറയുന്നു ഓരോ സാധനങ്ങൾ എന്തൊക്കെയാ വാങ്ങേണ്ടിയെന്ന് എന്തൊക്കെയാണ് മമ്മക്ക് തിന്നാൻ വേണ്ടിയത് എന്തൊക്കെയാണ് ഫുൾ സാധനങ്ങൾ മമ്മക്ക് എന്തൊക്കെ തിന്നാൻ വേണ്ടിയത് ആ സാധനങ്ങൾ മഞ്ഞ വത്തക്ക ഓക്കെ ഒരു മഞ്ഞ വത്തക്ക ഇന്ന് ഫുള്ള് വല്യമ്മക്ക് പവറാക്കി കൊടുക്ക മമ്മ കൊറേ കാലമായി ഓരോന്ന് വേണം പറയുന്നു നാളെ കൊണ്ടുപോകണം ഇല്ലേ നാളെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി വെക്കാം എന്താ വേലൊന്നും നോക്കണം മമ്മ വാങ്ങാം മമ്മക്ക് എന്താ സാധനം വേണ്ടിയോ വാങ്ങാം ഏതാണ്ടിയോ മാങ്ങ എത്ര വേണ്ടി പറഞ്ഞോ അത് വാങ്ങട്ടെ വലിയ ആന്ന് ഞങ്ങളെ ഗൈസ് ഒരു റീലിന്റെ ഷൂട്ടിങ് ചെയ്ത സ്ഥലട്ടാ കാണണേ 5 മില്യൺ വ്യൂസ് സബ്സ്ക്രൈബേഴ്സ് ഒക്കെ പോണാക്കണേ മമ്മ ഓറഞ്ച് ആണോ ഓറഞ്ച് ഇതാണ് ആ സാധനം വേണോ മുസംബി വാങ്ങാൻ വേണം പിന്നെ ഈ സാധനം ഉറുമാമ്പായ മുസംബി ഉണ്ടോ മുസംബി എടുത്തല് എല്ലാ സാധനം വാങ്ങണ്ട ഒന്നിനൊരു കുറവ് വരുത്തണല്ലേ നമുക്ക് ബില്ല് വരുമ്പോ അറിയാം എത്ര ആവുന്നു അത് നോക്കിട്ട് കാര്യമില്ല കേട്ടോ വാങ്ങിക്കോളി മമ്മ എന്താണ് എന്തെങ്കിലും വാങ്ങാൻ പോയി കഴിഞ്ഞാ ചോദിച്ചേണ്ട ആവശ്യമൊന്നുമില്ല അത് വാങ്ങാം തിന്നാ കേട്ടോ ഡൽഹിയിൽ തിന്നാനാണ് അവിടെ ഒന്ന് തിന്നല്ല പറഞ്ഞാൽ കുത്തിരിക്കാൻ പാടില്ല ഇത് മമ്മ തിന്നിക്കണോ എന്നാ ഇതൊന്നും എടുത്തില്ല അത് ജ്യൂസ് അടിക്കണേ തിന്നാൻ പറ്റുമോ പച്ചക്ക് മധുരം ഉണ്ടാവൂലെന്ന് അല്ല അത് ഇതാക്കിയാണ് ജ്യൂസ് അടിച്ചെന്നെ മിക്സ് പാലും കൂടി ജ്യൂസ് അടിച്ച് പാലും കൂടി ജ്യൂസ് അടിക്കണം പക്ഷെ മിക്സ് ഇല്ല അത് ആദ്യം മിക്സ് വാങ്ങണം മിക്സ് ഇല്ല അറിയില്ല അതൊന്നും അത് കട്ട് ചെയ്ത് മധുരം ഉണ്ടാവുമോ വാങ്ങിട്ട് എന്ത് പച്ചവെള്ളത്തില് ഇതുണ്ടോ പത്തൊക്കെ ഉണ്ടോ വരിയില് ഒന്നും ഇല്ലാത്ത വാങ്ങിക്കോ വാങ്ങിക്കോ എല്ലാ സാധനവും കിട്ടുള്ളൂ അല്ലാതൊക്കെ ആ ഫ്രിഡ്ജിലും ഉള്ളൂ ആകെ ഇത്തിരി അടുപ്പിലൊരു ഫ്രിഡ്ജാണ് അതിൽ കൊള്ളു ആദ്യം ഫ്രിഡ്ജ് വാങ്ങേണ്ടി അങ്ങനെയായിരുന്നു അത് കുഴപ്പമില്ല ഒക്കെ തിന്നമ്മ നോക്കിട്ട് കാര്യല്ല ഉമ്മമാനെ നല്ല രീതിക്ക് കൊണ്ടെടുക്കുന്നതാണ് നമ്മളെ ഫാൻസ് പറയുന്നത്. അതെ, ഞങ്ങളെ ഫാൻസിന്റെ അഭിപ്രായം അങ്ങനെയാണ്. ഉമ്മമാനെ നല്ല പൊന്നു പോലെ നോക്കണം എന്നാണ് പറയുന്നത്. അപ്പൊ അതിന്റെ ഇതനുസരിച്ചിട്ട് നമ്മള് അങ്ങനെ തന്നെ ചെയ്യുന്നതാണ്. ഒരു കുറവ് നമ്മൾ വരുത്തില്ല. ഓറഞ്ച് തിന്നൂലേ എടാ? ഓറഞ്ച് ഓറഞ്ച് ആക്കണൂടെ? ഓറഞ്ച് ആണോ മമ്മ? ഓറഞ്ച് കൂടി എടുത്തോ കേട്ടോ. കറുത്തുണ്ട്, ഓൾറെഡി ഉണ്ട്. വെറുതെ അങ്ങോട്ട് വരാണ്ട് പോയിണ്ട്. പിന്നെ വേറെ എന്തൊക്കെ സാധനങ്ങൾ പറഞ്ഞു? വേറെ സാധനങ്ങൾ എന്തൊക്കെ പറഞ്ഞു?
ഗായ്സ് ഒരു കോമഡി ഉണ്ട്. ഉമ്മാനോട് എന്തൊക്കെ സാധനങ്ങൾ വേണ്ടി ലിസ്റ്റ് ഒന്ന് വോയിസ് ആക്കാൻ വേണ്ടി പറഞ്ഞ 2 മിനിറ്റിന്റെ വോയിസ് ഒക്കെ അയച്ചാണ് കേൾപ്പിച്ച പഞ്ചസാര വെല്ലുള്ളി ആരോട് ഈ സ്വകാര്യം പറയുന്നത് അറിയില്ല. മുട്ടായി സാധനങ്ങൾ വാങ്ങാൻ വേണ്ടി പറഞ്ഞപ്പോ മുട്ടായി മറക്കല്ലേ. ഒരു 30 ഇഞ്ചിന്റെ വോയിസ് ഇട്ടിക്കണേ. എന്തല്ലേ നടന്നോട്ടെ. പിന്നെ ഓക്കെ നിക്കണേ ഏതറിയോ മറ്റേ ഏത് ചോക്ലേറ്റോ. ആ ഞങ്ങൾ തിന്നണോ ഓട്ടോറിക്ഷ വണ്ടി ഓട്ടോഷ ആണോ? ഓട്ടോറിക്ഷ ആണെങ്കിൽ നമ്മൾ ഓട്ടോറിക്ഷ വിളിക്കും. അല്ലേ ഇന്നങ്ങോട്ട് പോയി നോക്കാം. എന്നിട്ട് സ്റ്റാൻഡിൽ നിന്ന് ഓട്ടോറിക്ഷ കൊണ്ടുപോകാം. ഓക്കെ നമ്മൾ ഫ്രൂട്ട്സ് ഒക്കെ വാങ്ങിയിട്ട് നേരെ ഈ പലചരക്കിന്റെ പീടിക്ക് വന്നിക്കണേ. കുറച്ച് സാധനങ്ങളും അങ്ങനെ ആ വോയിസ് ഇല്ല. പഞ്ചസാര വല്ലുള്ളി ചേറുള്ളി ഉമ്മ അവിടുന്ന് വോയിസ് വെളിച്ചെണ്ണ ഓയില് ഓക്കെ അതൊക്കെ വാങ്ങിയില്ല. കഴിഞ്ഞ വർഷം അത് കഴിഞ്ഞോ? അറിയില്ല. വെളിച്ചെണ്ണ ഓയിലും ഉമ്മ അന്ന് വാങ്ങിയില്ലേ? കഴിഞ്ഞോ? പിടിച്ചലാണത്. ഓനവിടുന്ന് സാധനങ്ങൾ വാങ്ങണുണ്ട്. ഓനവിടെ ഷോപ്പിൽ സാധനങ്ങളുണ്ട്. ഞാനപ്പത്തിന് ഇവിടെ ചെറുള്ളിയും വെല്ലുള്ളിയും വാങ്ങാൻ വേണ്ടി നിൽക്കണം. ഞങ്ങളിവിടെ കുറച്ചു നേരം ഓട്ടോറിക്ഷ നോക്കി. പക്ഷെ ഓട്ടോറിക്ഷ കിട്ടാത്തതുകൊണ്ട് എല്ലാ സാധനവും ഞങ്ങളെ വണ്ടിയിൽ തന്നെ ആക്കി ഞങ്ങൾ പോവാണ്. ലോഡും വണ്ടി ആക്കി കഴിച്ചിട്ട് അപ്പൊ നമുക്ക് നേരെ പെരിയിലെത്തിയിട്ട് കാണാം. ഇനിയിപ്പോ ഇത് കൊണ്ടുപോയി ചിക്കൻ കൊണ്ടുപോയി അവിടെ വെച്ചിട്ടൊക്കെ വേണം. ഇപ്പൊ ടൈം എത്രയായി? 4-5 മണിയായില്ലേ? നമുക്ക് നേരെ ഇനി പെരിയിലെത്തിയിട്ട് കാണാം. അങ്ങനെ സാധനങ്ങളൊക്കെ വാങ്ങി ഞങ്ങൾ പെരിയിലെത്തിട്ടോ. ചിക്കൻ കുഴങ്ങിക്കണേ. കാരണം ഞാനും മമ്മിയും ബൈക്കുമ്പോൾ കയറി പോകുന്നോണ്ട് കുന്ന് കയറി വരല്ലേ മാലമ്മക്കൂടെ. നല്ല മഴക്കാറുണ്ട്. മഴ പെയ്യാൻ മിക്കവാറും ചാൻസ് ഉണ്ട്. ആ മഴ വരുന്നതിന്റെ മുമ്പ് നമ്മൾ ഇങ്ങോട്ട് എത്തി. ഇനി നമുക്ക് സാധനങ്ങളൊക്കെ വേഗം അടുക്കള അവിടെ എടുത്തേക്കാം. വാടാ എടുത്തോ. കേട്ടോ ഇവിടെ 2 എണ്ണം നിക്കണില്ലേ? നമ്മളെങ്ങനെ കയറി? നമുക്ക് കയറണ്ട കൈസ്. സമരമാണ് സമരം. നമ്മ ഫുള്ള് പച്ചക്കറി ഉണ്ട്. പച്ചക്കറി അല്ല ഫ്രൂട്ട്സ്. ഗൈസ് ഇതാണ് ട്ടോ അമ്മ പറഞ്ഞ സാധനം. എന്താണ് മഞ്ഞ നൂൽപുട്ട്. ഏതാ ഇത്? ആയി കഴിഞ്ഞോ? എന്താ? ഓ ഇത് അയക്കണില്ലേ? വെള്ള നൂൽപുട്ട് ഇവിടെ ഓൾറെഡി ആക്കി വെച്ചിക്കണേ. ഇതൊക്കെ തിന്നാ മതിയില്ലേ അമ്മ? അല്ലെങ്കിൽ നമുക്ക് പെലച്ചക്ക് തിന്നാലോ? ആ എന്നാലും കുഴപ്പമില്ല, നമുക്ക് പെലച്ചക്ക് തിന്നാം. അപ്പൊ ഇനി സാധനം ഇല്ലാന്ന് പറയരുത് കേട്ടോ. ഉമ്മമാക്കുള്ള സാധനമാണ് ഇത് ഫുള്ള്. ആ മുട്ടായി വാങ്ങിക്കോ. ഫ്രൂട്ട്സ് ആണ് ഈ കിടക്കണേ. ഫ്രൂട്ട്സ് ആണ്. ഇത് ഒഴിച്ചാണ് ബാക്കിയൊക്കെ ഫ്രൂട്ട്സ് ആണ്. ഇതൊക്കെ ഉമ്മമാക്കില്ലാണ്. ഫ്രൂട്ട്സ് ആണ്. ഇതും ഫ്രൂട്ട്സാ? ഫ്രൂട്ട്സ് ആണ്. ഇതാണ് വത്തക്ക. ആ മറ്റേ മഞ്ഞ 1250 അതിന്റെ അപ്പുറം എല്ലാം പാടെ. ആ ഫ്രൂട്ട്സ് മാത്രം എല്ലാം കൂടി ഏകദേശം 2000 സംതിങ്. 2000 നമ്മള് ബൾബ് വാങ്ങിക്കണേ. കാരണം ഇത് എന്തിനറിയോ? ഇവിടെ കറണ്ട് പോണ ഇഷ്യൂ കൂടുതലാണ്. അപ്പൊ നമ്മള് കറണ്ട് പോകുമ്പോ എത്ര ബൾബ് അത് അടുക്കളയിലിട്ടല്ലേ. കാരണം അടുക്കളയിലാണ് കറണ്ട് പോകുമ്പോ ബൾബിന്റെ ആവശ്യം. അല്ല ഇപ്പൊ ചാർജ് ആവുള്ളത്. ആ എന്നാ പിന്നെ കറണ്ട് പോകുമ്പോ ആക്കാന്ന്. ഇതൊക്കെ എവിടെ നമ്മൾ കയറ്റി വെക്കുക? നമ്മള് അന്ന് പറഞ്ഞുതരോ? ഫ്രിഡ്ജിൽ സ്ഥലം ഉണ്ടോ? ഫ്രിഡ്ജിൽ എന്തെങ്കിലും ആവശ്യമില്ലാത്ത വെച്ചിക്കണോ? ഫ്രിഡ്ജിൽ എന്താ ആവശ്യമില്ലാത്ത? ഒടുത്തി പൊറുക്കി വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ ഉള്ളിൽ നമുക്ക് കൊള്ളിക്കാമെന്ന് തോന്നുന്നുണ്ട്. അപ്പൊ നമ്മള് ഇന്നത്തെ വീഡിയോ ഇന്നത്തെ വീഡിയോ നമ്മൾ ഇവിടെ വെച്ചാണ് വൈൻഡപ്പ് ആക്കുകയാണ്. അപ്പൊ ഇതില് നല്ലൊരു വീഡിയോ ആയിട്ട് നമ്മൾ അടുത്തൊരു വീഡിയോ വരുന്നുണ്ട്. കാരണം ഇതിന്റെ ബാക്കി കാരണം നോമ്പറിന്റെ വീഡിയോ നമ്മൾ ചെയ്യുന്നുണ്ട്. അപ്പൊ ഇന്നത്തെ വീഡിയോ നമ്മൾ ഇവിടെ വെച്ചാണ് വൈൻഡപ്പ് ആക്കില്ലേ വല്യമ്മ? അപ്പൊ പറഞ്ഞു കൊടുക്കി. അപ്പൊ എല്ലാവരും നമ്മൾ സപ്പോർട്ട് ചെയ്യാൻ പറയും. സപ്പോർട്ട് ചെയ്യാം. അപ്പൊ നമുക്ക് നെക്സ്റ്റ് വീഡിയോ കാണാം. എല്ലാവർക്കും ബൈ ഗൈസ്.